ഇന്ത്യയുടെ പടിഞ്ഞാറെ അതിരിൽ പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ആകാശ ആക്രമണങ്ങളും തകർത്ത് തരിപ്പണമാക്കി കരുത്തിൻ്റെ വൻമതിൽ തീർത്തിരിക്കുകയാണ് ഇന്ത്യയുടെ S-400 എന്ന വ്യോമ പ്രതിരോധ സംവിധാനം. 600 കിലോമീറ്റർ പരിധിയിൽ 300ഓളം ലക്ഷ്യങ്ങളെ നിരീക്ഷിക്കാനും 300 കിലോമീറ്റർ പരിധിയിൽ 40 ലക്ഷ്യം വരെ ഒറ്റയടിക്ക് തകർക്കാനും ഒരേ സമയം ഇതിന് കഴിയും. റഷ്യയിൽ നിന്ന് 2021 വാങ്ങിയ S-400 എന്ന പ്രതിരോധ സംവിധാനത്തിന് സുദർശൻ ചക്ര എന്നാണ് ഇന്ത്യ പേരിട്ടത്. കൗതുകകരമായ കാര്യം, ചൈനയുടെ തലസ്ഥാനമായ ബീജിങ്ങിൻ്റെ കാവലിന് ചൈന സ്വയം കവചം തീർത്തിരിക്കുന്നത് റഷ്യയിൽ നിന്ന് തന്നെ വാങ്ങിയ ഇതേ S-400 പ്രതിരോധ സംവിധാനം വഴിയാണ്. 2015 ചൈന വാങ്ങിയതിന് പിന്നാലെ 2018 ഇന്ത്യ 5 എണ്ണം വാങ്ങാൻ റഷ്യയുമായി 35,000 കോടിയുടെ കരാർ ഒപ്പിട്ടത്. 18 കൊല്ലം മുമ്പ് റഷ്യൻ ആയുധപ്പുരയിലുള്ള S-400 അമേരിക്കയുടെ പേട്രിയറ്റ് മിസൈൽ സംവിധാനം പോലെ ലോകത്തെ വൻ ആയുധ സംവിധാനമാണ്. സിറിയ ഉക്രൈൻ യുദ്ധങ്ങളിൽ പ്രയോഗക്ഷമത കൂടുതൽ ഉറപ്പാക്കിയ S-400 അമേരിക്കയുടെ ഏറ്റവും പുതിയ F-35 പോർ വിമാനത്തെ സിറിയയിൽ വീഴ്ത്തിയിട്ടുണ്ട്. മഹാഭാരത കഥയിൽ ശ്രീകൃഷ്ണന്റെ ആയുധമായ ചക്രായുധത്തെ മുൻനിർത്തിയാണ് ഈ മിസൈൽ കവചത്തിന് സുദർശൻ ചക്ര എന്ന് ഭാരതം പേരിട്ടത്. ശിശുപാലനെ വധിച്ചതും സൂര്യനെ മറച്ചതും ചക്രായുധ പ്രയോഗത്തിലൂടെ ആയിരുന്നല്ലോ. 99 തവണയും ശിശുപാലനോട് ക്ഷമിക്കാമെന്ന് പറഞ്ഞ ശ്രീകൃഷ്ണൻ തലയറുക്കുന്നത് ക്ഷമയുടെ എല്ലാ ഘട്ടവും കഴിഞ്ഞ് ശിശുപാലൻ അതിരി വിട്ടപ്പോഴായിരുന്നല്ലോ. ഉത്തരേന്ത്യൻ ചാനലുകൾ ഇക്കഥ ആവർത്തിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ തലയറുക്കാൻ ഇന്ത്യക്ക് ചക്രായുധമെന്ന് നിരന്തരം പറയുന്നുണ്ട്. ശത്രു വിമാനമോ മിസൈലോ വഴിമാറി സഞ്ചരിച്ചാലും പിന്തുടർന്ന് തകർക്കാൻ ശേഷിയുള്ളതാണ് S-400 നിന്നും തൊടുക്കുന്ന മിസൈലുകൾ. ശത്രു വിമാനമോ മിസൈലോ വഴിമാറി സഞ്ചരിച്ചാലും പിന്തുടർന്ന് തകർക്കാൻ S-400 നിന്നും തൊടുക്കുന്ന മിസൈലുകൾക്ക് പ്രാപ്തിയുണ്ട്. 600 കിലോമീറ്റർ പരിധിയിലെ ശത്രു സാന്നിധ്യം എപ്പോഴും നിരീക്ഷിക്കുന്ന കൂറ്റൻ റഡാർ, ശത്രു സാമീപ്യം ഏത് തരത്തിലെന്ന് വിശകലനം ചെയ്യുന്ന കമാൻഡ് മോഡ്യൂൾ, എതിർ വിമാനത്തെയോ മിസൈലിനെയോ തകർക്കാൻ വഴിയൊരുക്കുന്ന റഡാർ, മിസൈൽ വിക്ഷേപണ വാഹിനി എന്നിങ്ങനെ 4 യൂണിറ്റ് അടങ്ങിയതാണ് S-400. 40 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ ദൂരപരിധിയിലേക്ക് തൊടുക്കാവുന്ന 4 തരം മിസൈലുകൾ ആവനാഴിയിലുണ്ട്. മണിക്കൂറിൽ 17,000 കിലോമീറ്റർ വേഗത്തിലാണ് മിസൈലുകൾ കുതിച്ചു പാഞ്ഞ് ലക്ഷ്യം കണ്ടെത്തുക. യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണെന്ന് പറയുമ്പോഴും അവർ വലിയ ഭീഷണി ആഭ്യന്തരമായി ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ നിന്നും പടിഞ്ഞാറ് അഫ്ഗാൻ അതിർത്തിയിൽ താലിബാനിൽ നിന്നും ഒരേ സമയം നേരിടുന്നുണ്ട്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയും ഒട്ടും വികസനം വരാത്തതുമായ ബലൂചിസ്ഥാനിലെ ധാതു നിക്ഷേപം ഖനനം ചെയ്യാൻ ചൈനയ്ക്ക് വിട്ടുകൊടുത്തതോടെ വീണ്ടും ആരംഭിച്ച വിഘടനവാദം കെട്ടടങ്ങാതെ തുടരുകയാണ്. അടുത്തിടെ ട്രെയിൻ റാഞ്ചി യാത്രികരെയും ഉദ്യോഗസ്ഥരെയും ബന്ദികളാക്കിയ ബലൂചിസ്ഥാൻ വിമോചന സേനയ്ക്ക് മുന്നിൽ പാകിസ്ഥാൻ നാണം കെട്ടതിൻ്റെ ക്ഷീണം ഇനിയും മാറിയിട്ടില്ല. ഖനിയുടെ കാര്യത്തിൽ താല്പര്യമുണ്ടെങ്കിലും പാകിസ്ഥാനെ സംരക്ഷിച്ചു നിർത്താനുള്ള താല്പര്യമൊന്നും ചൈന ഇപ്പോഴും കാട്ടുന്നില്ല. തായ്വാനിലും തെക്കൻ ചൈന കടലിടുക്കിലും നോട്ടമിട്ട് പറക്കുന്ന ചൈനയ്ക്ക് അവിടെ പാകിസ്ഥാനേക്കാൾ വലിയ താല്പര്യങ്ങൾ ഉണ്ടുതാനും. പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത ഭീഷണിയാണ് പടിഞ്ഞാറേ അതിർത്തിയിൽ അഫ്ഗാനിൽ നിന്ന് താലിബാൻ ഉയർത്തുന്നത്. പതിറ്റാണ്ടുകളോളം പാകിസ്ഥാന്റെ വാലാട്ടി മാത്രമായിരുന്ന താലിബാൻ 2021 കാബൂളിൽ അധികാരത്തിൽ തിരിച്ചെത്തിയതോടെ സ്വഭാവം ആകെ മാറിയിരുന്നു. പാകിസ്ഥാൻ ദോസ്തല്ലെന്നും അഫ്ഗാനെ നശിപ്പിക്കാൻ ഭീകരരെ അയക്കുന്ന രാജ്യമാണെന്നുമാണ് താലിബാന്റെ നിലപാട്. ഇന്ത്യ താലിബാൻ സർക്കാരുമായി നയതന്ത്ര കരാർ ഒപ്പിടുകയും ചെയ്തതോടെ പാകിസ്ഥാന്റെ കൺട്രോൾ പോയി എന്ന് വേണം പറയാൻ. ഇന്ത്യയുമായി 2240 കിലോമീറ്റർ അതിരാണ് പാകിസ്ഥാൻ ഉള്ളതെങ്കിൽ അഫ്ഗാനുമായി അതിലേറെ 2560 കിലോമീറ്റർ അതിരുണ്ട്. പാക് അതിർത്തി രക്ഷാസേനയായിരുന്നു മുമ്പ് ഇവിടെ കാവലെങ്കിൽ ഇപ്പോൾ പാക് സേനയെ തന്നെ നിയോഗിച്ചിരിക്കുന്നു. അങ്ങനെ 2 വൻ ഭീഷണികൾ നേരിടുന്നതിനിടെയാണ് മുഖം രക്ഷിക്കാമെന്ന വ്യാമോഹത്തിൽ മൂന്നാമതൊരു പോർമുഖം പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ തുറന്നത്.